പ്രൊഡക്ഷൻ മിക്സിനെക്കാട്ടും ഇമ്പോർട്ടൻ്റാന്ന് ഞാൻ പറയുന്നത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സോങ് സോണിക്കലി അല്ലെങ്കിൽ സൗണ്ടിങ് വൈസ് അടിപൊളിയാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്കം അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ലിറിക്കലി അടിപൊളിയാണോ അല്ലെങ്കിൽ മ്യൂസിക്കലി കേൾക്കാൻ നല്ലതാണോ അല്ലെങ്കിൽ രസമുണ്ടോ അങ്ങനത്തെ കാര്യമല്ല. സൗണ്ടിങ് വൈസ് അടിപൊളി ഒരു സോങ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് പ്രൊഡക്ഷൻ മിക്സിനെക്കാട്ടും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷിറ്റി പ്രൊഡക്ഷൻ, ഒരു തട്ടിക്കൂട്ട് പ്രൊഡക്ഷൻ എടുത്തിട്ട് ഒരു ലോകത്തിലെ ഏറ്റവും അടിപൊളി മിക്സ് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടൊരു എഞ്ചിനീയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാലും ആ ഷിറ്റി പ്രൊഡക്ഷൻ ഒരു അടിപൊളി ഔട്ട്കം നല്ല സൗണ്ടിങ് ട്രാക്കായിട്ട് മാറാൻ ചാൻസ് ഇല്ല. ഓക്കെ, ചാൻസ് ഇല്ല എന്നല്ല, ആവൂല, കാരണം പ്രൊഡക്ഷൻ ഷിറ്റ് ആയതുകൊണ്ട്. അതെന്താണെന്നാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ നിങ്ങൾ എഗ്രി ചെയ്യുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യുന്നവരുണ്ടാവും. നല്ല മിക്സ് ആയി കഴിഞ്ഞാൽ എല്ലാം സോൾവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷേ എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ വീഡിയോസിലൊക്കെ എപ്പോഴും പറയലുണ്ട്, ഈ പ്രൊഡക്ഷൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷനാണ് മിക്സ് എന്നുള്ളത്. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. പ്രൊഡക്ഷൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് മിക്സിങ്. പക്ഷേ ഇപ്പോൾ ഈ പറയുമ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഭാഗമാക്കിയിട്ട് അല്ലെങ്കിൽ പാർട്ടായിട്ട് മിക്സിംഗ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷനകത്താണ് ശരിക്കും നമ്മളുടെ സോങ്ങിൻ്റെ സൗണ്ടിങ് കുറേയൊക്കെ ഡിഫൈൻ ആവുന്നത്. മിക്സിനകത്തായി ഒരു ബന്ധവുമില്ല. മിക്സ് എന്തായി കഴിഞ്ഞാലും സോങ് നന്നായിരിക്കണം, പ്രൊഡക്ഷൻ മാത്രമാണ് സൗണ്ടിങ് ഡിഫൈൻ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയണില്ല. മിക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ തന്നെയാണ് എപ്പോഴും ആ ഒരു ഹെവി ലിഫ്റ്റ് വരുന്നത് സോങ്ങിൻ്റെ സൗണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡക്ഷനിലാണ് നമ്മൾ സോങ്ങിനകത്ത് വരേണ്ട സൗണ്ടുകൾ ചൂസ് ചെയ്യണം. ആ സൗണ്ടുകൾ എങ്ങനെയൊക്കെ പ്ലേ ചെയ്യണം, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്തൊക്കെയാണ്, ഏതൊക്കെ സൗണ്ടുകൾ ഒരേ ടൈമിന് വരണം, അതെങ്ങനെ റിതമിക്കായിട്ട് വരണം, ഏതൊക്കെ ഫ്രീക്വൻസി റേഞ്ചിൽ വരണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പ്രൊഡക്ഷനിലാണ്. അപ്പോൾ ഒരു എൻജിനീയർക്ക് അല്ലെങ്കിൽ മിക്സ് എൻജിനീയർക്ക് ഈ ഒരു സർട്ടൻ പ്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് അതിനകത്ത് ഈ പ്രൊഡക്ഷൻ ലെവലായിട്ട് എത്രത്തോളം ഇൻവോൾവ് ആവാൻ പറ്റും എന്നുള്ളത് മിക്കവാറും ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ആ പ്രൊഡക്ഷൻ മിക്സ് ചെയ്യാനാണ് അയാളെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അയാൾ അതിനകത്ത് പോയിട്ട് ആ എലമെൻറ്റ് മാറ്റി വേറെ സൗണ്ടുള്ള വേറൊരു എലമെൻ്റ് ആക്കി, അല്ലെങ്കിൽ ഈ ഒരു ഒക്ടേവിൽ വായിച്ചിട്ടുള്ള ഗിറ്റാർ എടുത്തിട്ട് മുകളിലെ ഒക്ടേവിലേക്ക് ആക്കി, ഇതൊക്കെ നടക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡക്ഷൻ്റെ എക്സ്റ്റൻഷനാണ് മിക്സിംഗ് എന്ന് പറയുന്നത്. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് മിക്സിൽ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു നല്ല ട്രാക്കിൻ്റെ നല്ല സൗണ്ടിങ് എന്നുള്ള ആ ഒരു ക്യാരക്ടർ ഡിഫൈൻ ചെയ്യപ്പെടുന്നത് ഈ സൗണ്ടുകൾ തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റും സൗണ്ടുകൾ തമ്മിലുള്ള റിതമിക്കായിട്ടുള്ളതും അല്ലെങ്കിൽ ഫ്രീക്വൻസി ലെവലിൽ അവർ തമ്മിലുള്ള ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് തമ്മിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യലാണ് മിക്സ് എഞ്ചിനീയറുടെ പരിപാടി. അപ്പോൾ ഓൾറെഡി ആ ട്രാക്കിൽ ഒരുപാട് ഇതേപോലത്തെ പ്രൊഡക്ഷൻ പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എഞ്ചിനീയർക്ക് സോൾവ് ചെയ്യുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. കുറച്ചൊക്കെ ബെറ്റർ ആക്കാൻ പറ്റും, അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും പ്രൊഡക്ഷനാണ് കുറച്ചും കൂടി മിക്സിനെക്കാട്ടും കൂടുതൽ നിങ്ങളുടെ സോങ്ങിൻ്റെ സൗണ്ടിങ്ങിനെ അഫക്റ്റ് ചെയ്യണത്. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുക്കിംഗ് ആയിട്ട് ആലോചിച്ചാൽ മതി. ഞാൻ പറയണത് സോങ്ങിൻ്റെ മേക്കിംഗ് ആയിട്ട് ആലോചിച്ച് ചെയ്യണം. പക്ഷേ ഞാൻ കുക്കിങ്ങിൻ്റെ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഒരു പ്രത്യേകിച്ചൊരു പുതിയൊരു ഡിഷ് ഉണ്ടാക്കുകയാണ്, പുതിയ സോങ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനകത്തേക്ക് നിങ്ങൾ കുറേ എലമെൻറ്റുകൾ അല്ലെങ്കിൽ ഓരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നു. നിങ്ങൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ എമൗണ്ട്, അതിൻ്റെ ഫ്ലേവറുകൾ, ഇവരൊക്കെ തമ്മിലൊരു മാച്ച് വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുറേ കിഴങ്ങ് സാധനങ്ങൾ കൊണ്ടിട്ടെന്ന് വിചാരിച്ചോ, കുറേ കപ്പ, കുറേ ഉരുളക്കിഴങ്ങ്, വേറെ കുറേ കിഴങ്ങുകൾ, ഇതൊക്കെ കൂടി കൊണ്ടുവന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ബന്ധമില്ലാത്ത വല്ല മുരിങ്ങാക്കോലോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടിട്ട് ഇതെടുത്തിട്ട് നിങ്ങൾ വലിയ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന വേൾഡ് ക്ലാസ് ഷെഫിന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ ഭയങ്കര ഔട്ട് ഓഫ് ദ ബോക്സ് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഉണ്ടാക്കി തരും. മിക്കവാറും നിങ്ങൾ കൊണ്ട് കൊടുത്ത സാധനം അതേപോലെ നല്ലപോലെ കുക്ക് ചെയ്ത് തരാനാണെന്നുണ്ടെങ്കിൽ അയാൾ എത്ര അടിപൊളി ഷെഫാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അയാൾക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഈ കിഴങ്ങ് വരുന്ന സാധനങ്ങളൊക്കെ കൂടി വെന്ത് വരുമ്പോഴത്തേക്കൊരു
കിഴങ്ങ് മാതിരി ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ ഈ മുരിങ്ങാക്കോൽ ഇങ്ങനെ കോലായിട്ട് തെറിച്ച് നിൽക്കുകയും ചെയ്യും. ഇത് നിങ്ങൾ സൗണ്ടിൻ്റെ കാര്യത്തിൽ, സോങ്ങിൻ്റെ കാര്യത്തിൽ ആലോചിക്കണം, അല്ല കുക്കിങ്ങിൻ്റെ കാര്യത്തിലല്ല. ആ കിഴങ്ങ് എന്ന് പറയുന്ന സാധനങ്ങളെ ലോ എൻഡ് മാതിരി ആയിരിക്കും. ഒരുപാട് ലോ എൻഡ് എലമെൻറ്റുകൾ നിങ്ങളിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളെ പ്രൊഡക്ഷൻ സ്കില്ല് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ ലോ എൻഡ് കൊണ്ട് കുത്തി കയറ്റിയിട്ട് നല്ല പഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അതെല്ലാം കൂടി കുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടി കുഴാന്നിരിക്കും. അപ്പോൾ എൻജിനീയർക്ക് അത് ഏതെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഈ കിട്ടിയ സാധനം വെച്ച് മിക്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത് എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ലോ എൻഡ് ഒരു ഡിഫൈൻഡ് ആയിരിക്കില്ല. അതേമാതിരി തന്നെ നിങ്ങൾ കുറേ ഉപ്പ് ടേസ്റ്റ് മാത്രം കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കൗണ്ടർ ബാലൻസ് ചെയ്യാൻ പുളിയോ മധുരോ അങ്ങനെ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ ഒരു ഫ്ലേവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫ്രീക്വൻസി വൈസും റിതമിക് വൈസും ഇങ്ങനെ ഒരു കോൺട്രാസ്റ്റൊക്കെ ഉണ്ടാക്കേണ്ടി വരും എവിടെ പ്രൊഡക്ഷനിൽ. അത് പ്രത്യേകിച്ച് മിക്സ് എഞ്ചിനീയറുടെ സ്കില്ലോ അല്ലെങ്കിൽ അയാൾ ഭയങ്കര എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞിട്ടൊന്നും നിങ്ങൾ വേറെ എഞ്ചിനീയറെ ഏൽപ്പിച്ചെന്ന് വിചാരിച്ചിട്ട് ആ മിക്സ് അല്ലെങ്കിൽ ടോട്ടൽ സോങ്ങിൻ്റെ സൗണ്ടിങ് അടിപൊളി ആയിക്കൊള്ളണമെന്നില്ല. ഇത്രയൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഞാൻ മിക്സ് എഞ്ചിനീയേഴ്സിനെ വെറുതെ ഡിഫെൻഡ് ചെയ്യണമെന്നല്ല. നല്ല പ്രൊഡക്ഷൻ കുറേയൊക്കെ ലിമിറ്റ് ചെയ്യാൻ മിക്സ് എഞ്ചിനീയേഴ്സിനെ കൊണ്ട് പറ്റും. ലിമിറ്റ് ചെയ്യാൻ മീൻ കൊളാക്കാൻ. അപ്പോൾ നല്ലൊരു പ്രൊഡക്ഷനാണ് നിങ്ങൾക്ക് വല്ലാതെ ഒരു കെയർഫുൾ അല്ലാതെ മിക്സ് ചെയ്യുന്ന ഒരാളെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എന്തായാലും കൊളാക്കും. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ റെസ്പോൺസിബിലിറ്റി മിക്സ് എഞ്ചിനീയേഴ്സിന് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, ഞങ്ങളെ പ്രൊഡക്ഷൻ മാത്രമാണ് ഇതൊക്കെ തീരുമാനിക്കണമെന്നല്ല ഞാൻ ഒരിക്കലും പറയുന്നത്. പക്ഷെ ഒരിക്കലും നേരെ തിരിച്ച് എക്സ്പെക്റ്റ് ചെയ്യരുത്. ഒരു ആവറേജ് മിക്സ് ആവറേജ് പ്രൊഡക്ഷൻ കൊണ്ടുപോയിട്ട് ഒരു നല്ല എഞ്ചിനീയർ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാലും അയാൾക്ക് അത് ബെറ്റർ ആക്കാൻ പറ്റുന്നതിനൊരു ലിമിറ്റുണ്ട്. സോ എപ്പോഴും ആ ഒരു ഇമ്പോർട്ടൻസ് ആ ഒരു ലെവലിലാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ തന്നെയാണ് ആ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ടാവുക. ഒരു സോങ് നല്ലതാണോ എന്നുള്ളത്. അപ്പോൾ ഒരു നല്ല ക്യാച്ചി സോങ്ങാണ് എന്ന് വെച്ചാൽ ആ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ തന്നെ അടിപൊളിയാണ്, നല്ല പ്രൊഡക്ഷനാണ്, പിന്നെ നല്ല മിക്സാണ്, നല്ല മാസ്റ്ററാണെന്നുണ്ടെങ്കിൽ ആ ട്രാക്ക് അടിപൊളി തന്നെ സൗണ്ട് ചെയ്യും. അത് ഏതെങ്കിലും ഒരു സ്റ്റേജ് ഇച്ചിരി വീക്കായാൽ തന്നെ നല്ല പോലെ തന്നെ ആ സോങ് നല്ല പെർഫോം ചെയ്യും ക്വാളിറ്റി എന്നുള്ള ലെവലിൽ ഇപ്പോൾ തൽക്കാലം പറയുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ ഫസ്റ്റ് 2 സ്റ്റേജ് എന്ന് വെച്ചാൽ പ്രൊഡക്ഷനും അല്ലെങ്കിൽ ആ സോങ്ങിൻ്റെ ഐഡിയയും പ്രൊഡക്ഷനും വീക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇങ്ങോട്ടുള്ള സ്റ്റേജുകൾ എത്ര അടിപൊളിയാക്കാൻ നോക്കിക്കഴിഞ്ഞാലും ആ സാധനം എപ്പോഴും വീക്ക് തന്നെ ആയിരിക്കും. കാരണം അതിൻ്റെ കണ്ടൻറ്റ് വീക്കാണ്. അപ്പോൾ ഈ സ്റ്റേജുകളിൽ ഞാൻ 2 സ്റ്റേജ് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഒന്ന് പ്രൊഡക്ഷനും ഒന്ന് മിക്സും. അത് എപ്പോഴും ഈ ഒരു ഏർലി സ്റ്റേജസിനായിരിക്കും എപ്പോഴും കൂടുതൽ പ്രൊഡക്ഷനകത്ത് അല്ലെങ്കിൽ ഒരു സോങ്ങിൻ്റെ ഔട്ട്കമ്മിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാവുക. അത് ഈ സോങ്ങിൻ്റെ പ്രൊഡക്ഷന് മാത്രമല്ല, സിനിമേൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു സ്റ്റോറി, നല്ലൊരു ഡയറക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ എഡിറ്റിങ് അത്രയൊന്നും പെയിൻറ്റിലായില്ല എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളെ കളർ ഗ്രേഡിങ്ങോ എന്തായാലും ഫൈനൽ ടച്ചുകൾ അത്ര ആയില്ല എന്നുണ്ടെങ്കിൽ ആ പടം നല്ലപോലെ പെർഫോം ചെയ്യും. അല്ലാതെ ഒരു ഷിറ്റി മൂവി ഷിറ്റി ഡയറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഭയങ്കര പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഓസ്കാർ വിന്നിങ് ലെവലിൽ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാലും ആ മൂവീൻ്റെ ഔട്ട്കം ഷിറ്റിയായിരിക്കും. അതന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി ഞാൻ പറഞ്ഞ് കൊളാക്കണില്ല. സോ അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ എപ്പോഴും നമ്മുടെ പാട്ടിൻ്റെ ആ പ്രൊഡക്ഷൻ, ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഈ 2 പ്രൊഡക്ഷനും മിക്സുമാണ് ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. സോ പ്രൊഡക്ഷനാണ് എപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ മിക്സിനെക്കാട്ടും കൂടുതൽ നമ്മൾ ഔട്ട്കമ്മിൻ്റെ അല്ലെങ്കിൽ സോങ്ങിൻ്റെ അല്ലെങ്കിൽ ട്രാക്കിൻ്റെ ഔട്ട്കം ഡിഫൈൻ ചെയ്യാൻ കൂടുതൽ പവറുള്ളത്. സോ പ്രൊഡക്ഷനിൽ ഒരിക്കലും ലാക്ക് ചെയ്യാൻ നിൽക്കരുത്. അതായത് എന്തെങ്കിലും തട്ടിക്കൂട്ടി പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് മിക്സിൽ ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാമിങ് മാത്രമല്ല, നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതും നിങ്ങൾ വോക്കൽ ടേക്ക് എടുക്കണമൊക്കെ അതിനകത്ത് വരും. അപ്പോൾ വെറുതെ തട്ടിക്കൂട്ടി പ്രൊഡ്യൂസ് ചെയ്തിട്ട് മിക്സിൽ അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് അതിന് വലിയ മാസ്റ്ററിങ് എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല. എപ്പോഴും ഈ ഓർഡർ ഫോളോ ചെയ്ത് പോകേണ്ടി വരും. അങ്ങോട്ട് പോകുന്നതോറും ഈ മിക്സിലേക്ക് വരുമ്പോൾ തന്നെ അയാൾക്ക് കുറേ ലിമിറ്റേഷൻസ് വരും. കാരണം ഈ കൊടുത്ത കമ്പോസിഷനിലും പ്രൊഡക്ഷനിലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മിക്സും കോളാക്കി മാസ്റ്ററിങ്ങിൽ പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. കാരണം മിക്സിൻ വെച്ചിട്ടേ അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, മാസ്റ്ററിങ് എഞ്ചിനീയർക്ക്. മിക്സ് കോളാണെന്നുണ്ടെങ്കിൽ മാസ്റ്റർ കോളാവും. അപ്പോൾ ഇവിടേക്ക് അടിപൊളി ആളെ കൊണ്ട് ചെയ്തിപ്പിച്ചിട്ട് കാര്യമില്ല. ആദ്യം തന്നെ നല്ല സാധനം വേണം. ആൾക്കാരുടെ വാല്യൂ അല്ല പറയുന്നത്, നല്ല മെറ്റീരിയൽ ഉണ്ടെങ്കിലേ നല്ല ആൾക്കാർക്ക് നല്ല വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ്
ഞാൻ ഉദ്ദേശിച്ച പോയിന്റ്. സോ അതൊക്കെയാണ് കാര്യങ്ങൾ. സോ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഈ പ്രൊഡക്ഷനിൽ സ്ഥിരം വരുന്ന കുറച്ച് മിസ്റ്റേക്കുകൾ, ഒഴിവാക്കേണ്ട ചില മിസ്റ്റേക്കുകളും, അപ്പോൾ ഒബ്വിയസ്ലി അതെങ്ങനെ ഒഴിവാക്കാമെന്നും ഞാൻ ഡിസ്കസ് ചെയ്യാം അടുത്ത വീഡിയോയിൽ. സോ താങ്ക്സ്.